ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്നുള്ളത് ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ അരി വെച്ച് എങ്ങനെ ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്നാണ്. അതിന് ഞാൻ 2 ഗ്ലാസ് റേഷൻ അരി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ്, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, കുറച്ച് സവാള, ഇതൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. സവാള വട്ടത്തിൽ അരിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അത് ചതച്ച് വെച്ചേക്കാണ്. 2 പച്ചമുളക്, അതും ചതച്ച് വെച്ചേക്കാണ്. ഒരു പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ, അതായത് വലിയ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. മീൻസ് ഒരു നാരങ്ങയുടെ പകുതി. ഇത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടുമ്പോൾ, അതിന് മുന്നേ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്യ് ഞാൻ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, സവാള, ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട്, സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ സവാളയ്ക്കും പച്ചക്കറിക്കും വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് ഇട്ടൊന്ന് വഴറ്റുക. ഇതൊന്നായി കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീൻസും, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഈ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ച്, മീൻസ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. എന്നിട്ട് ഈ വെള്ളം വറ്റണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി ഇടയ്ക്കിടയ്ക്ക് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളത് ആ അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇടുവാണ്. അരി അധികം വെന്ത് പോകരുത്, നല്ല പയർ പോലെ തന്നെ ഇരിക്കണം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. റേഷൻ അരിയാന്ന് പറയില്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.